ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അപ്പോൾ 11th വീക്ക് നോമിനേഷനാണ് ഇപ്പം നടന്നിരുന്നത് കുറച്ച് മുന്നേ. അപ്പം അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഓരോരുത്തരും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് ആക്ച്വലി അവിടെ നോമിനേഷൻ നടത്തുന്നത്. ആരും കൃത്യമായിട്ട് ഈ സീസണിൽ നോമിനേഷൻ നടത്തിയിട്ടില്ല. കാരണം സാബുമാൻ വീണ്ടും തുടരുകയാണ്. എനിവേ, അപ്പം ആദ്യം വന്നത് അനീഷായിരുന്നു. അനീഷ് ഷാനവാസിനെയും നൂറയുടെയും പേരായിരുന്നു പറഞ്ഞിരുന്നത്. ഒട്ടും ബാക്ക് സ്റ്റാബ് ഇല്ലാതെ ഷാനവാസിനെ ഒരുപാട് ഷോയിൽ നിന്നും പുറത്താക്കണം എന്നുള്ള രീതിയിലാണ് അനീഷ് അവിടെ സംസാരിച്ചത്. അപ്പം ഏഷ്യാനെറ്റുകാർ വൺ സൈഡഡ് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ റീൽസൊക്കെ ഇട്ടല്ലോ, ഇപ്പോൾ സമാധാനമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, അത് അനീഷിൻ്റെ പേഴ്സണൽ. ഇപ്പോൾ PR വന്ന് പറയും അനീഷിന് ഗെയിമിൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ലയെന്ന്. ഓക്കെ ഫൈൻ. അപ്പം ഷാനവാസ് പറയുന്നതാണ് മൊത്തം. ഷാനവാസ് എന്തെങ്കിലും അനീഷിനെ പറ്റി പറഞ്ഞാൽ ബാക്ക് സ്റ്റാബ്, ചതിയൻ എന്നൊക്കെ. എനിവേ പോട്ടെ. ലക്ഷ്മി വന്ന് പറഞ്ഞത് ആദില ആൻഡ് അക്ബർ. ഷാനവാസ് അക്ബറിൻ്റെയും ആര്യൻ്റെയും കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. ആദില ലക്ഷ്മി ആൻഡ് ഷാനവാസ്, നൂറ നെവിൻ ലക്ഷ്മി, സാബുമാൻ നെവിൻ അക്ബർ, ആര്യൻ അനുമോൾ നൂറ, അനുമോൾ ആര്യൻ നെവിൻ, അക്ബർ ഷാനവാസ് നൂറ, നെവിൻ സാബുമാൻ അക്ബർ. അങ്ങനെ ഒരു വോട്ട് കിട്ടിയിരുന്നത് അനുമോൾക്കും അനീഷിനും സാബുമാനും ആദിലയ്ക്കുമാണ്. ഇവർ നെക്സ്റ്റ് വീക്കിൽ നോമിനേഷൻ ഇല്ല. അതേസമയം അക്ബറിന് 4 വോട്ടും, ഷാനവാസിന് 3 വോട്ടും, ലക്ഷ്മിക്ക് 2 വോട്ടും, നെവിന് 3 വോട്ടും, നൂറയ്ക്ക് 3 വോട്ട്, ആര്യന് 2 വോട്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡബിൾ മീനിങ്, പുച്ഛം, അതൊക്കെയായിരുന്നു ആര്യനെ പറ്റി പറഞ്ഞിരുന്നത്. പ്രിൻസിപ്പൾ ചമയൽ എന്തൊക്കെയായിരുന്നു ലക്ഷ്മി. ആൻഡ് ഓൾസോ ഷാനവാസിനെ പറ്റി പറഞ്ഞത് ആങ്ങള ചമയൽ, ഡേർട്ടി ഗെയിം, ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്, പിന്നെ മെയിൽ ഷോവനിസം, ഇതൊക്കെയായിരുന്നു ഷാനവാസിനെ പറ്റി പറഞ്ഞത്. ഷോയിൽ നീതി പുലർത്താതെ ഗെയിം കളിക്കുക, സജീവമല്ലായ്മ, ഇതൊക്കെയായിരുന്നു നൂറെ പറഞ്ഞിരുന്നത്. പിന്നെ സ്വന്തമായിട്ട് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്, കള്ളത്തരം, 2 വെള്ളത്തിൽ കാല് ചവിട്ടുന്നു, അതൊക്കെയായിരുന്നു നെവിൻ്റെ കാര്യം. അപ്പം ഇത്രയും പേരാണ്, 6 പേരാണ് ഈ പ്രാവശ്യം നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ഇതിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാവരും പേഴ്സണൽ ഗ്രഡ്ജ് നോക്കി ആരും കാരണം സാബുമാൻ ഈസ് സിംപ്ലി സ്റ്റാൻഡിങ് ദർ. സാബുമാനോട് എനിക്കൊരു കുഴപ്പമില്ല, ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. അപ്പം ഈ വീക്ക് 11th വീക്കിൽ പോലും സാബുമാൻ അവിടെ തന്നെ നിൽക്കുമെന്നുള്ളതാണ്. ബിക്കോസ് ടിക്കറ്റ് ടു ഫിനാലെ വരെ അല്ലെങ്കിൽ ടോപ്പ് 5 വരാൻ ചാൻസ് സാബുമാനുണ്ട്. എല്ലാവരും പേഴ്സണൽ ഗ്രഡ്ജ് ഉപയോഗിച്ച് ഓരോരുത്തരെയും എവിക്റ്റായി പോകുമ്പോഴും സാബുമാൻ സ്റ്റിൽ സ്റ്റാൻഡിങ് ദെയർ ആൻഡ് സ്മൈലിങ്. അങ്ങനെയാണ് നമുക്ക് നോക്കുന്നത്. അനീഷ് വന്നിട്ട് ഷാനവാസിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പറയുന്നതായിരിക്കും. കാരണം അത് പറയണം. ബിക്കോസ് സാഡ് BGM ഒക്കെ ഇട്ടിട്ട് ഷാനവാസിനെ പറ്റി അനീഷിനെ പറ്റിയുമുള്ളൊരു ഫേക്കായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പുറത്ത് BB പറഞ്ഞു. ഓൾറെഡി ആ ഒരു റീൽസിൽ നിന്നും വ്യക്തമാണ്. അപ്പം അതിൽ നിന്നും ഷാനവാസ് ഇപ്പം നോമിനേറ്റ് ചെയ്യുന്നത് അനീഷിനെയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഓക്കെ, ഇപ്പോൾ വരും അനീഷിൻ്റെ PR വന്നിട്ട് ചതി എന്താ പറയുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ആദില, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ആദില പറഞ്ഞത് ഫുൾ ബാക്ക് സ്റ്റാബിങ് ആയിരുന്നു. അതിനെപ്പറ്റിയും ഞാൻ ഒരു വീഡിയോ ഇട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ഷാനവാസ്, അക്ബർ, ലക്ഷ്മി, നെവിൻ, നൂറ, ആര്യൻ. അപ്പോൾ ഇത്രയും പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് നോക്കാൻ പറ്റും ആരാണ് പുറത്ത് പോകാൻ ചാൻസ് കൂടുതലെന്ന്. ഒന്നുകിൽ നെവിൻ ആകാം, ആര്യനെയൊക്കെ ചിലപ്പോൾ സേഫ് ആകും.